ഹലോ, വെൽക്കം ടു അമ്മാസ് ഡയറി. നമുക്ക് പ്രഗ്നൻസിയുടെ 14ാമത്തെ ആഴ്ചയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. ഈ 14ാമത്തെ ആഴ്ച എന്ന് പറയുന്നത് നമ്മൾ 2ാമത്തെ ട്രൈമസ്റ്ററിലെ ആദ്യത്തെ ആഴ്ചയാണ്. അതുപോലെ തന്നെ 4ാമത്തെ മാസം തുടങ്ങുന്നതും ഈ 14ാമത്തെ ആഴ്ചയോട് കൂടിയിട്ടാണ്. ആദ്യം തന്നെ നിങ്ങൾക്കൊരു അഭിനന്ദനങ്ങൾ, കാരണം നിങ്ങൾ 1ാമത്തെ ട്രൈമസ്റ്റർ സക്സസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു. നിങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത് ഗർഭത്തിൻ്റെ 2ാമത്തെ പകുതിയിലാണ്. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ട്രൈമസ്റ്റർ, സെക്കൻഡ് ട്രൈമസ്റ്റർ, തേർഡ് ട്രൈമസ്റ്റർ. അപ്പം നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് 2ാമത്തെ ട്രൈമസ്റ്റർ, അതായത് സെക്കൻഡ് ട്രൈമസ്റ്ററിൻ്റെ ആദ്യത്തെ ആഴ്ചയിലാണ്. ഈ 2ാമത്തെ ട്രൈമസ്റ്റർ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ 4ാമത്തെ മാസം തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ 14ാമത്തെ ആഴ്ചയോടുകൂടി ഈ ഗർഭിണികൾക്ക് ആദ്യത്തെ 3 മാസങ്ങളിൽ ഉണ്ടായിരുന്ന വയ്യായ, ക്ഷീണം, ഛർദി ഇതെല്ലാം മാറിയിട്ടുണ്ടാവും. ഗർഭത്തിൻ്റെ മധ്യഘട്ടം എന്ന് പറയുന്നത് ഭയങ്കര ആക്റ്റീവായിട്ട് എൻജോയ് ചെയ്ത് ഫ്രീ ആയിട്ട് ഒക്കെ നടക്കാൻ പറ്റിയ ആഴ്ചകളാണ്. അതുമാത്രമല്ല, ഈ ആഴ്ചയിൽ ഹോർമോണിൻ്റെ വ്യതിയാനങ്ങളൊക്കെ ഭയങ്കരമായിട്ട് പ്രകടമാകുന്ന സമയവുമാണ്. നമ്മുടെ 14ാമത്തെ ആഴ്ചയിൽ കുഞ്ഞിൻ്റെ നീളം എന്ന് പറയുന്നത് ഏകദേശം ഒരു 3.5 ഇഞ്ച് നീളം വരും. അതുപോലെ ഭാരം എന്ന് പറയുമ്പോൾ ഒരു 45 ഗ്രാമോളം വരും. ഏതിനെങ്കിലും താരതമ്യം ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പേരക്കയുടെ വലുപ്പത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് പറയാം. ഈ എല്ലാ ഗർഭിണികളിലും, എല്ലാം എന്ന് പറയുന്നില്ല, ഒരുവിധം ഗർഭിണികൾക്കൊക്കെ അവരുടെ ഭാരം ഒരു 5.4 വരെ വർദ്ധിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. ഇനി നമുക്ക് അമ്മയിൽ എന്താ സംഭവിക്കുന്നത് എന്ന് നോക്കാം. കൂടുതൽ സുഖകരമായ അവസ്ഥയിലേക്ക് അമ്മ നീങ്ങുന്ന ആഴ്ചയാണ് 14ാമത്തെ ആഴ്ച മുതൽ. ഈ ആഴ്ചയിൽ അമ്മയ്ക്ക് കൂടുതൽ ക്രിയേറ്റീവായിട്ടും കൂടുതൽ ഊർജം ഒക്കെ കൈവന്നതായിട്ട് തോന്നും. അതുപോലെ തന്നെ കുഞ്ഞിനെ കുറിച്ച് ഭയങ്കര പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും കുഞ്ഞ് നമ്മുടെ കയ്യിൽ വരുന്നതും അങ്ങനെ കുറേ ഡ്രീംസ് കാണുകയും ചെയ്യുന്ന ആഴ്ചയാണിത്. കാരണം അതിനൊക്കെ നമുക്ക് സമയം കിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാൾ നമ്മൾ വയ്യ, ഛർദി, ക്ഷീണം, ടയേർഡ് അങ്ങനെ എല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്നു. പക്ഷേ ഈ 14ാമത്തെ ആഴ്ചയോട് കൂടി, അല്ലെങ്കിൽ 13ാമത്തെ ആഴ്ചയോട് കൂടി ഇത് മാറി എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടിയും ആക്റ്റീവ് ആവും. അപ്പം നമുക്ക് ഇതിനെപ്പറ്റി ചിന്തിക്കാനൊക്കെ തോന്നും. അതുപോലെ തന്നെ ഗർഭിണിയുടെ വയറ് നല്ല രീതിയിൽ വലുതായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ കാലിന് പകരം നമ്മുടെ വയറായിരിക്കും കുറച്ച് ഉന്തി നിൽക്കുന്നതായിട്ട് തോന്നാം. അപ്പോഴും നമുക്ക് ഉള്ളിൽ നമ്മൾ ഗർഭിണിയാണ്, അല്ലെങ്കിൽ പുറമേ നിന്ന് നോക്കുന്ന ആൾക്കാർക്ക് ഐ എം പ്രഗ്നൻറ്റ്, ഐ എം പ്രൗഡ് എന്ന് തോന്നിപ്പിക്കും. അതിൻ്റെയും ഒരു സന്തോഷം ഉള്ളിലുണ്ടാവാം. പിന്നെ ഒരു മെയിനായിട്ടൊരു ഇതെന്ന് പറയുന്നത് മുലക്കണ്ണിൻ്റെ ചുറ്റും ഒരു ഏരിയോള എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ആ ഭാഗം കൂടുതൽ കറുപ്പ് കയറി വരും, ഇരുണ്ടതാവും. അതുപോലെ തന്നെ അത് കുറച്ച് വലിപ്പം വെച്ചതായിട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് കുഞ്ഞിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. നമ്മൾ 13ാമത്തെ ആഴ്ചയിൽ പറഞ്ഞു തൈറോയ്ഡ് ഗ്ലാൻഡുകളെല്ലാം ഉൽപാദനം ആരംഭിച്ചിട്ടുണ്ടാവും, പക്ഷെ എന്നാലും അത് ഡെവലപ്പ് ആവാൻ തുടങ്ങിയിട്ടും ഉണ്ടാവും എന്നുള്ളത്. അത് കറക്റ്റായിട്ട് ഫുള്ളായിട്ട് ഡെവലപ്പ് ആയിട്ടുണ്ടാവും ഈ ആഴ്ചയോട് കൂടി. അതുകൊണ്ട് തന്നെ ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കാനും തുടങ്ങിയിട്ടുണ്ടാവും. മാത്രമല്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത്രയും നാൾ അമ്മയുടെ ശരീരത്തിലൂടെയാണ് കുഞ്ഞിൻ്റെ ശരീരം പ്രവർത്തിച്ച് വന്നിരുന്നത്. ഇനി അങ്ങനെയല്ല, അമ്മയുടെ ശരീരം വേറെ, കുഞ്ഞിൻ്റെ ശരീരം വേറെയായിട്ട് പ്രവർത്തിച്ച് തുടങ്ങിയിട്ടും ഉണ്ടാവും. ഇങ്ങനെ പ്രവർത്തിച്ച് തുടങ്ങുന്നതിന് ഭാഗമായിട്ട് കുഞ്ഞിൻ്റെ ദഹന വ്യവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈജസ്റ്റ് ആവുന്ന ഒരു ടൈമും കൂടുതൽ മെച്ചപ്പെടുകയും ഭക്ഷണം ആമാശയത്തിലൂടെ സഞ്ചരിക്കാനായിട്ട് പരിശീലനമൊക്കെ നടത്തുകയും ചെയ്യുന്നുണ്ട്. പിന്നെ പുറത്തു വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ ശ്വസിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ശ്വസന പ്രക്രിയയ്ക്ക് കുഞ്ഞ് ശ്രമിക്കുകയും, അതുപോലെ തന്നെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ആണല്ലോ ഇപ്പോൾ മെയിനായിട്ട് വയറ്റിലുള്ളത്. അപ്പോൾ ആ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ശ്വാസകോശത്തിലേക്ക് പ്രവേശിച്ച് ശ്വാസകോശം അതിന് പറ്റിയ പരിശീലന പ്രവർത്തനമൊക്കെ നടത്തുകയും അതിനെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു കുഞ്ഞിൻ്റെ ചെവിയും കണ്ണും ഒക്കെ യഥാർത്ഥ സ്ഥാനത്തേക്ക്, അതാത് സ്ഥാനത്തേക്ക് നീങ്ങുകയാണ് എന്ന്. ഇനി ഇപ്പം അത് കൂടുതൽ അതാത് സ്ഥാനത്തേക്ക് എത്താനുള്ള തയ്യാറെടുപ്പ് എന്ന് പറയാൻ പറ്റില്ല, അത് കൂടുതൽ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ വിരലുകളിലെ നഖങ്ങൾ വളരാൻ തുടങ്ങിയിട്ടുണ്ടാവും. അത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, നമ്മുടെ നഖം പോലെ ഹാർഡൊന്നും ആയിരിക്കില്ല, പക്ഷെ എന്നാലും അതിങ്ങനെ വളരാൻ തുടങ്ങിയിട്ടുണ്ടാവും. പിന്നെ കുഞ്ഞിൻ്റെ അസ്ഥിക്കുള്ളിലെ മജ്ജയുടെ ഉള്ളിൽ രക്തം ഒക്കെ രൂപപ്പെടാൻ തുടങ്ങിയിട്ടുണ്ടാവും. വായ്ക്കുള്ളിലെ പേശികൾ അനക്കുന്നതിനാവശ്യമായിട്ടുള്ള വിധം കൂടുതൽ ശക്തമാക്കുന്നുണ്ട്. പിന്നെ ഉമിനീര് ഗ്രന്ഥി പൂർണ്ണമായിട്ടും വികസിക്കുന്നുണ്ട്. പിന്നെ അന്നനാളി, സ്വനപേടകം ഇതൊക്കെ ഈ ആഴ്ചയിൽ രൂപം പ്രാപിക്കുന്നുണ്ട്. നമുക്കിനി 14ാമത്തെ ആഴ്ചയിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കിയാലോ.
വ്യായാമങ്ങളിലേക്കും സാധാരണ ജീവിതത്തിലേക്കും നമ്മൾ മടങ്ങിപ്പോകുന്നത് ഈ ആഴ്ചയോട് കൂടിയാണ്. ഗർഭം ഒരു രോഗമല്ല, അതൊരു ശാരീരികമായ ഒരവസ്ഥയാണ് എന്ന് നമ്മൾ ഉൾക്കൊള്ളാനായിട്ട് നല്ലപോലെ ശ്രമിക്കണം. പിന്നെ നല്ലപോലെ ടെൻഷനുള്ള ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ടെൻഷൻ ഇല്ലാണ്ട് റിലാക്സ് ചെയ്ത് ജോലി ചെയ്യാൻ ശ്രമിക്കണം. പാട്ട് കേൾക്കുമ്പോഴും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ പരമാവധി റിലാക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് 14-ാമത്തെ ആഴ്ചയിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. താങ്ക്